അങ്ങനെ സച്ചിൻ യുകെയിലേക്ക് പോയതിനു ശേഷം ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി ചെന്നൈയിലേക്ക് ചെല്ലാൻ റീനുവിനോട് കമ്പനി ആവശ്യപ്പെടുന്നു. റീനുവും മറ്റു ക്രൂ മെമ്പേഴ്സും ഒപ്പം ആദിയും കൂടെയാണ് ചെന്നൈയിലേക്ക് ചെല്ലുന്നത്. ആദി ഉണ്ടെന്ന് അറിഞ്ഞതോട് തന്നെ സച്ചിൻ വളരെ വേവലാതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അമൽ ഡേവിസിനെ റീനു അറിയാതെ സച്ചിൻ ചെന്നൈയിലേക്ക് അയക്കുന്നു. ചെന്നൈയിലെത്തിയപ്പോൾ ആദിയുടെ പഴയ സുഹൃത്തായിട്ടുള്ള അഗനെ ആദ്യം മീറ്റ് ചെയ്യുകയും അഗൻ്റെ ലൈഫിലുണ്ടായ ട്രാജിക് ഇൻസിഡൻസ് എല്ലാം അഗൻ ആദിയോട് പറയുകയും ചെയ്തു. അഗൻ ആദ്യമായി റീനുവിനെ കണ്ടപ്പോൾ റീനുവിന് കുരലിൻ്റെ മുഖസാദൃശ്യമുള്ളതുപോലെ തോന്നുകയും അഗൻ റീനുവുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ ഇതെല്ലാം കണ്ടുവന്ന ആദി അഗനെ മുതലെടുത്തുകൊണ്ട് റീനുവിനെയും സച്ചിനെയും ബ്രേക്കപ്പ് ആക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നു. എന്നാൽ റീനുവും സച്ചിനും റിലേഷൻഷിപ്പിലാണെന്നുള്ള കാര്യം റീനു അഗനോട് നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അഗന് റീനുവിനോട് ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അഗനും റീനുവും സംസാരിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി സച്ചിൻ്റെ അക്കൗണ്ടിലേക്ക് ആദി ഷെയർ ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം പറഞ്ഞ അമൽ ഡേവിസ് അഗനോട് സംസാരിക്കുകയും അഗൻ അങ്ങനെ ആദിയെ പഞ്ഞിക്കിടുകയും ചെയ്യുന്നു. കമ്പനിയിലുള്ള വർക്കേഴ്സിന് തന്നെ പണി കൊടുത്തതിൻ്റെ പേരിൽ ആദിയെ 1 മാസത്തേക്ക് കമ്പനിയിൽ നിന്ന് സസ്പെൻഡും ചെയ്യുന്നു. റീനു ചെന്നൈ വിട്ട് ഹൈദരാബാദിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് റീനുവിനും സച്ചിനും വേണ്ടി അഗൻ ഒരു എസ്തെറ്റിക് വാൾ ഫ്രെയിം നൽകുന്നു. ഈ ഒരു വാൾ ഫ്രെയിം അഗൻ വാങ്ങിച്ചത് ആർട്ട് വിസ്ത എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ്. വളരെ വിലക്കുറവിലാണ് ഈ ഒരു പേജിൽ നിങ്ങൾക്ക് വാൾ ഫ്രെയിംസ് കിട്ടുന്നത്. ഈ ഒരു പേജിൻ്റെ ലിങ്ക് അഗൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിലുള്ള പ്രേമലു 2ൻ്റെ സ്റ്റോറി ഞാൻ ലീക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ബാൻ ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക.